രുചിക്കുള്ളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വരിക്കച്ചക്കപ്പഴം കൊണ്ടുള്ള പായസമാണ്. അതിന് നല്ല തേൻ വരിക്ക ചക്കപ്പഴം ഞാൻ ഇത്രയും ചുള എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ഒരു തേങ്ങ തിരുമ്മി വെച്ചിരിക്കുന്ന പാലെടുക്കാനാണ്. 1.5 ലിറ്റർ പാലെടുത്ത് കാച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 ലിറ്റർ പാലുണ്ട്, ഇത് തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. 400 ഗ്രാം ശർക്കര. ഇതിന് നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ട് 400 ഗ്രാം ശർക്കരയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അത്രയും മതി, ഒത്തിരി മധുരം വേണ്ട, കുറച്ച് മധുരം. ഞങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ട് മധുരത്തിന്, അത്രയും മധുരം മതി. പിന്നെ അതിനാവശ്യത്തിനുള്ള നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം റെഡിയാക്കി എടുക്കട്ടെ. ഈ ശർക്കര പാനിയാക്കി എടുക്കണം, ഇതെല്ലാം അരിഞ്ഞ് അടിച്ചെടുക്കണം, തേങ്ങ പാലെടുത്ത് വെക്കണം. എന്നിട്ട് ഇനി കാണിക്കാൻ പാടില്ല. പായസം ഉണ്ടാക്കാൻ തുടങ്ങാമേ. വേണ്ടി ചക്ക 2 ഇതുപോലെ മിക്സിക്കകത്ത് അടിച്ചെടുത്തിരിക്കുവാണ്. ഇനി ഇത് ഉരുളി ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഇടുവാണ്. ഇതിനകത്തിൽ വെള്ളം പറ്റണം ചക്കയ്ക്കകത്ത്. അതിനാണ് ചക്കപ്പഴത്തിന് വെള്ളമയമുണ്ട് സകലം. ആ വെള്ളമയം പറ്റണം. ആ വെള്ളമയം പറ്റാൻ വേണ്ടിയാണ് അതിലോട്ട് ഇനി സകലം നെയ്യ് ഒഴിക്കാൻ പോവാണ്. ഈ വെള്ളം അടിച്ചു പിടിക്കാതിരിക്കാൻ, ഈ ചിഞ്ച പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ചക്കയ്ക്കകത്തോട്ടെ. കുറച്ച് നെയ്യ് ഒഴിക്കുന്നുള്ളേ. കുറച്ച് നെയ്യ് ഒഴിക്കുന്നതിന് ഇത് ഇതിനകത്തേട്ട് വഴറ്റി എടുത്തിട്ട് ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റി എടുക്കും. അതിനകത്ത് വെള്ളം കുറച്ച് വെച്ചിട്ടാണ്. ഇനിയിപ്പം അടിച്ച് പിടിക്കാതിരിക്കാൻ, ഇത് ഉരുളിയെ പിടിക്കരുത്. ഉരുളിയെ പിടിച്ചാൽ ഈ ചക്ക ചിലപ്പോൾ ഉരുളിയിലങ്ങ് പിടിക്കും. അതിനാണ് നെയ്യ് ഒഴിച്ച് ഇങ്ങനെ വഴറ്റി എടുക്കുവാണേ. നല്ലപോലെ വഴറ്റി എടുത്ത് കഴിഞ്ഞ് ഇനി ഇതിനകത്തിലോട്ട് ശർക്കര പാനിയാക്കി ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ശർക്കര പാനിയാക്കി ഒഴിക്കുവാണ്. ഞാൻ അഴുക്കൊന്നും ഇല്ലാത്ത നല്ലതായിട്ട് അരിച്ചൊക്കെ എടുത്ത് ശർക്കരയാണ്. 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഈ മധുരത്തിന് ആവശ്യത്തിനുള്ള, നമ്മൾ മൊത്തം ചേർക്കണമെന്നില്ല, മധുരം എത്രയും വേണമെന്നനുസരിച്ച് ചേർക്കണം. ചിലർക്ക് ഒത്തിരി മധുരം വേണം, ചിലർക്ക് ഒത്തിരി മധുരം വേണ്ട. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്ക് ഒത്തിരി മധുരം വേണ്ട, ഒരു മീഡിയം മധുരം വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി കഴിക്കുന്ന പോലുള്ള മധുരമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇനി ഈ ശർക്കരയൊക്കെ നല്ലപോലെ പെരണ്ട് വരട്ടി എടുക്കണം. ഇത് ശർക്കരയ്ക്കകത്ത് ഈ ചക്ക എന്നുണ്ടോ. അപ്പോൾ ഇതിങ്ങനായി. ഇനി ഇത് ഉടഞ്ഞ് റെഡിയായി എടുക്കണം. അതെന്ത് എന്നിട്ട് വേണം ഇതിനകത്തിലോട്ട് തേങ്ങാപ്പാൽ ചേർക്കാൻ. തേങ്ങ 2 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പാലും തനിപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 2 പാൽ ചേർക്കണ്ട. ചക്കകത്ത് കിടന്ന് നല്ലപോലെ എന്നുണ്ടോ വഴറ്റി എടുക്കുകയാണ്. ചക്കയുണ്ട്, ചക്കയും അതിൻ്റെ ഇതൊന്നും കാണാനില്ല, അതുപോലെ വഴറ്റി എടുത്തേക്കുവാണ്. ഇനി ഇതിനകത്തിലോട്ട് തേങ്ങയുടെ 2 പാൽ ഒഴിക്കുവാണ്. ഇനി ഇതിനകത്ത് കിടന്ന് നല്ലപോലെ വെന്ത് കുറുകണം. ഇനി അത് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണമെന്ന് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് വാർത്തെടുന്നുണ്ട്. തേങ്ങാക്കൊത്ത് നെയ്ക്കകത്തോട്ട് വാർത്തെടുക്കാം നമുക്ക്. തേങ്ങാക്കൊത്ത് ഒരു അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വാർത്തെടുക്കാം. ഇടാൻ വേണ്ടിയാണ് നമ്മൾ ഈ തേങ്ങാക്കൊത്ത് വാർത്തെടുക്കുന്നത്. ഇനി അതിനകത്തോടെ അണ്ടിപ്പരിപ്പ് കൂടെ വറക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് മൂക്കട്ടെ. മൂത്ത് വരുന്നത്. ഇനി ഇതിനകത്തിലോട്ട് നമുക്ക് 5-6 അണ്ടിപ്പരിപ്പ് ഇടാം. അതെല്ലാം കൂടെ വാർത്തെടുക്കാം. നമുക്ക് വാർത്തെടുത്ത് വെച്ചിട്ട് അപ്പോഴത്തേക്ക് അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തിലോട്ട് ഇതൊക്കെ ചേർക്കാം. ഇത് മൂത്ത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചിട്ട് നമുക്കിത് പായസം ആകുമ്പോഴത്തേക്ക് റെഡിയാകുമ്പോൾ, പായസം റെഡിയാകുമ്പോൾ അതിനകത്തിലോട്ട് നമുക്കിത് ചേർക്കാം. കുറച്ചേ ഉള്ളതുകൊണ്ട് പാൽ അത്രയും ചേർക്കുന്നില്ല. നമ്മുടെ പശുവും പാലെടുത്ത് അത് ഇതിനൊരു ഗ്ലാസ് പാലേ ചേർക്കുന്നുള്ളേ. ഇതിലൂടെ ഇട്ടാണ്. ഇനി പായസം പരുവമായി വരികയാണ്. ഒന്നുകൂടെ വേവണം. ഇതെല്ലാം ഞാൻ പാൽ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. കാര്യം പായസം ചക്ക ശകലം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് അതിനൊരു ഗ്ലാസ് പാല് ഞാൻ ചേർത്തിട്ടുള്ളൂ. തേങ്ങാപ്പാൽ ഏറെ ഉണ്ടായിരുന്നതുകൊണ്ട്
പക്ഷേ പശുവും പാലത് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ശർക്കര പായസം റെഡിയായി വരുവാണേ. ഒന്നുകൂടെയൊക്കെ ഒന്ന് വേവാനുണ്ട്. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പായസം റെഡിയാവും. അന്നേരം ഇനി നമ്മുടെ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നാം പാൽ വാങ്ങാൻ നേരത്ത് വാങ്ങിക്കഴിയുമ്പോൾ ഒന്നാം പാൽ ചുക്കുപൊടി അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം ചേർക്കാം. കൊത്തും അണ്ടിപ്പരിപ്പും കൂടെ ഇടാതാണ്. ഒന്നാം പാൽ എടുത്താണ് തനിപ്പാൽ, അതിനകത്തിലോട്ട് ചുക്കുപൊടി ഇടുവാണേ. ഒരു സ്പൂൺ ചുക്കുപൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതുകൂടി ഇതിനകത്തിലോട്ട് ഇടാമേ. ഏലക്കാപ്പൊടിയോട് തന്നെ അതിനകത്തോട്ട് ഇടുവാണേ. ഇളക്കി അങ്ങോട്ട് നമ്മൾ ആ പായസത്തിലോട്ട് ഒഴിക്കുകയാണേ. ഇതിനകത്തിൽ നമ്മുടെ പായസത്തിലോട്ട് വേണ്ട ഒന്നാം പാലും ചുക്കുപൊടി ഏലക്കാപ്പൊടിയും കൂടെ ഒഴിക്കുകയാണ്. ഇനിയും പായസം അങ്ങ് വാങ്ങി വെക്കുക. പായസം റെഡിയായി. ആ പായസം ഇനിയും വാങ്ങി വെക്കട്ടെ. നമ്മുടെ ചക്ക പായസം റെഡിയായി. ഇതെല്ലാവരും കൊണ്ട് ചക്ക ഉള്ളവർക്കല്ല ഇത് വേണമെന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതെങ്ങനെയുണ്ടെന്ന്. സൂപ്പറാണ് നമ്മുടെ ചക്ക പായസം. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പായസം റെഡി. ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലാണ് ഞങ്ങളുടെ ചക്ക പായസം.